നമുക്ക് സായ്കുമാറിലേക്ക് പോകാം. സായ്കുമാർ, എങ്ങനെയാണ് സംസ്ഥാനത്ത് കൊട്ടിക്കലാശം പുരോഗമിക്കുന്നത്? സായ്കുമാർ. തീർച്ചയായും സുനിൽ, അത്യന്തം ആവേശകരമായ കൊട്ടിക്കലാശമാണ് ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും, നാടിൻ്റെ നാനാഭാഗത്തും ഇപ്പോൾ തെരുവുകൾ മനുഷ്യക്കടലായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എല്ലാ പാർട്ടിക്കാരും കഴിഞ്ഞ 25 ദിവസമായി നീണ്ട വീറും വാശിയും നിറഞ്ഞ പ്രചാരണം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്ന സമയമാണ്. ഇനി 1 മണിക്കൂർ പോലുമില്ല, കൃത്യം 6 മണിക്ക് തന്നെ ഈ കൊട്ടിക്കലാശം അവസാനിക്കും. പിന്നെ നിശബ്ദ പ്രചാരണത്തിൻ്റെ മണിക്കൂറുകളാണ്. ഈ അവസാനവട്ട സമയത്താണ് ഒരുപക്ഷെ വോട്ടുകൾ അവസാനവട്ടവും തീരുമാനമെടുക്കാതിരിക്കുന്ന വോട്ടർമാർ എങ്ങോട്ടേക്ക് വോട്ട് ചെയ്യണം എന്ന അത്യന്തം നിർണായകമായ വോട്ടർമാർ തീരുമാനമെടുക്കുന്ന സമയമാണ്. ഇപ്പോൾ എന്തായാലും വീറും വാശിയും, ഒരുപക്ഷെ കേരളം ഇതുവരെ കണ്ട തിരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വാശിയേറിയ 3 മുന്നണികളും ഒരുപോലെ പ്രതീക്ഷയോടുകൂടി മത്സരത്തിനിറങ്ങുന്ന ഒരു ആവേശം നമുക്ക് ഈ കൊട്ടിക്കലാശത്തിലും കാണാം. ഉച്ചയ്ക്ക് പൊരിവെയിലിനെ പോലും വകവയ്ക്കാതെ ആ കാലാവസ്ഥയിൽ പൊരിവെയിലിൽ പോലും ആളുകൾ തെരുവിലിറങ്ങി തങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന, നൃത്തം ചവിട്ടുന്ന, തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചകളാണ് എല്ലായിടത്തും കാണുന്നത്. ആ ആവേശം എത്രത്തോളം ഈ പോരാട്ട വീര്യമുണ്ട് എന്നുള്ളതിൻ്റെ ആവേശം പൂർണ്ണമായും കാണുന്ന കാഴ്ചയാണ് എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും വരുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ കൊട്ടിക്കലാശം നടക്കുന്ന ഇടത്തേക്ക് എത്തും. കെ സുധാകരൻ കണ്ണൂരിലുണ്ട്. മന്ത്രിമാർ, ഈ സ്ഥാനാർത്ഥികളായിട്ടുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കൾ എല്ലാവരും റോഡ് ഷോയും ആയി പ്രവർത്തകർക്കൊപ്പം തന്നെയുണ്ട്. ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. കൃത്യം 6 മണിക്ക് തന്നെ ഈ കൊട്ടിക്കലാശം പരസ്യ പ്രചാരണം അവസാനിക്കും. അതിൻ്റെ അവസാന നിമിഷങ്ങൾ അത്യന്തം ആവേശകരമായ രീതിയിൽ നടത്തുകയാണ്. പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഇപ്പോൾ പ്രവർത്തകർക്ക് ആവേശമായി പലയിടങ്ങളിലായി, ഇപ്പോൾ മണ്ഡലങ്ങളിൽ പലയിടങ്ങളിലായി സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ട്. അതിൻ്റെ അവസാന നിമിഷത്തിലെ വീറും വാശിയും ഇപ്പോൾ നമുക്ക് എല്ലാ മണ്ഡലങ്ങളിൽ നിന്ന് കാണുകയും ചെയ്യാം. പ്രവർത്തകർ പലയിടങ്ങളിലായിട്ടാണ് മുന്നണികൾക്കും പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസും സ്ഥലം അനുവദിച്ചിട്ടുള്ളത്. പക്ഷെ പലയിടത്തും, നേരത്തെ ബേപ്പൂരിൽ നിന്നടക്കം നമ്മൾ കണ്ടത് 3 മുന്നണികളുടെയും പ്രവർത്തകർ മുഖാമുഖം വരുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. വലിയ പോലീസ് സന്നാഹമൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ എവിടെയുമില്ല. സമാധാനപരമായി തന്നെ കൊട്ടിക്കലാശം നടക്കുന്നു. പാട്ടുകളുണ്ട്, മുദ്രാവാക്യം വിളികളുണ്ട്, നൃത്തച്ചുവടുകളുണ്ട്. എത്രമാത്രം വീറും വാശിയും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള കൊട്ടിക്കലാശമാണ് സുനിൽ ഇപ്പോൾ നടക്കുന്നത്. എല്ലായിടത്തു നിന്നും വരുന്ന ദൃശ്യങ്ങൾ ആ രീതിയിൽ തന്നെയുള്ളതാണ്. കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, യുവാക്കളുണ്ട്. എല്ലാവരും മതിമറന്നുകൊണ്ട് തങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി ഈ തെരഞ്ഞെടുപ്പ് മഹോത്സവത്തിൻ്റെ ആവേശം എത്രത്തോളം ഉണ്ട് എന്ന് കാണിച്ചു തരികയാണ്. ഇനിയിപ്പോൾ കൃത്യം 6 മണിക്ക് തന്നെ ഈ പരസ്യ പ്രചാരണം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്യും. ഇനി പിന്നെയുള്ള മണിക്കൂറുകളാണ് ഏറ്റവും നിർണായകമായ നിശബ്ദ പ്രചാരണത്തിൻ്റെ സമയമെന്ന് പറയുന്നത്. മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകും. ആ ജനവിധി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ജനവിധിയാണ്. ഒരു തുടർഭരണമാണോ, ഒരു ഭരണമാറ്റമാണോ സംസ്ഥാനത്ത് വരാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു വിധിയെഴുത്ത് ആണ് നടക്കാൻ പോകുന്നത്. അതിനുള്ള പ്രചാരണമാണ് ഇതുവരെ കണ്ടത്. ഒരുപാട് വിഷയങ്ങൾ, ഇന്ന് പോലും വലിയ വിവാദങ്ങളുണ്ടായൊരു സമയമാണ്. മുഖ്യമന്ത്രിയും തെലങ്കാന മുഖ്യമന്ത്രിയും തമ്മിലുള്ള വാക്പോര് നമ്മൾ കണ്ടു. അത് പാരമ്യത്തിലെത്തി നിൽക്കുന്ന സമയത്താണ് കൊട്ടിക്കലാശത്തിലേക്ക് കേരളം കടന്നത്. വയനാട് പുനരധിവാസ പദ്ധതി വിവാദം, അവിടുത്തെ ചൂരൽമല നിവാസികൾ അല്പം മുമ്പ് മുഖ്യമന്ത്രിയെ കാണാനെത്തിയത്, അങ്ങനെ വിഷയസമ്പന്നമായിരുന്നു, വിവാദ സമ്പന്നമായിരുന്നു ഈ ഒരു പ്രചാരണ കാലം എന്ന് പറയുന്നത്. ഒരുപക്ഷെ കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകളായിരുന്നില്ല എങ്കിൽ ഈ വിവാദങ്ങളൊക്കെയാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത്. രാവിലെ മാധ്യമങ്ങളെ കാണുന്നു, ഈ പ്രളയവുമായി ബന്ധപ്പെട്ട ആരോപണം മുന്നോട്ട് വെക്കുന്നു. കൃഷ്ണൻകുട്ടിയുടെ ഓഡിയോ കേരളം കേൾക്കുന്നു, അത് ആണെന്ന് ഇവിടെ നിന്ന് മാത്യു ടി തോമസും ഒക്കെ പറയുന്നു. അങ്ങനെ വലിയ വിവാദങ്ങളുണ്ടായ ദിവസമാണ്. തൽക്കാലം ഇനിയിപ്പോ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അല്ലേ? തീർച്ചയായും ഇന്ന് നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ വിവാദ സമ്പന്നമായിരുന്നു ഈ കൊട്ടിക്കലാശ ദിവസം എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലെ അർദ്ധരാത്രിയാണ് കേരളം ഞെട്ടാൻ പോകുന്ന ഒരു വെളിപ്പെടുത്തലുണ്ട്, നാളെ അത് പറയാം എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്യു കുഴൽനാടൻ പങ്കുവയ്ക്കുന്നത്. രാവിലെ അത് അദ്ദേഹം ഒരു ഓഡിയോ ആയി പുറത്തുവിടുന്നു. പ്രളയം അത് മനുഷ്യനിർമ്മിതമായൊരു പ്രളയമാണ് എന്നുള്ള വലിയ വിവാദത്തിനത് തിരികൊളുത്തുന്നു. തൊട്ടുടനെ തന്നെ കൃഷ്ണൻകുട്ടി എത്തിയത് AI ആണ്, തൻ്റെ ശബ്ദമല്ല എന്ന് പറയുന്നു.
പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ UDF-ന് വേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ പ്രചാരണത്തിന് വന്ന രേവന്ത് റെഡ്ഡി, അദ്ദേഹം നീ പോമോനെ വിജയ എന്ന് പലയിടങ്ങളിലായി പറയുന്നുണ്ട്. അന്ന് തന്നെ അതിൽ നീരസം മുഖ്യമന്ത്രി പങ്കുവെക്കുകയും ചെയ്തു. ഇന്ന് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ മുഖ്യമന്ത്രിയുടെ അവസാനത്തെ വാർത്താ സമ്മേളനത്തിൽ അതിനുള്ള മറുപടി കൊടുക്കുന്നു. അതിൽ അദ്ദേഹം ഉപയോഗിച്ച ആ പദപ്രയോഗം അത് വലിയ വിവാദമായി. അതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും രംഗത്ത് വരുന്നു. ഏറ്റവും ഒടുവിൽ ആ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം അതിൻ്റെ ഏറ്റവും മൂർധനാവസ്ഥയിലേക്ക് പോകുന്ന ആ സമയത്ത് തന്നെയാണ് മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമായിരുന്നു വയനാട് ഫണ്ട്, കോൺഗ്രസ് പിരിച്ച ഫണ്ട് എവിടെ, ആ ഫണ്ട് അവർ മുക്കി എന്നുള്ള പ്രചാരണം അവിടെ സർക്കാർ ഒരു നേട്ടമായി അവതരിപ്പിച്ചത് ആ ടൗൺഷിപ്പ് പൂർത്തീകരിച്ചതാണ്. ആ ടൗൺഷിപ്പിൽ താമസയോഗ്യമാക്കുന്ന ആളുകൾ അവിടുത്തെ ഗൃഹപ്രവേശന ചടങ്ങ് ക്ഷണിക്കാൻ മുഖ്യമന്ത്രിയെ ക്ഷണിക്കാനെത്തിയ കാഴ്ചയും കണ്ടത് ഈ കൊട്ടിക്കലാശ സമയത്ത് തന്നെയാണ്. അങ്ങനെ കൊണ്ടും കൊടുത്തും നേർക്കുനേർ വന്ന വിവാദങ്ങളുടെ ഒരു പെരുമഴക്കാലത്തിന് തന്നെയാണ് അവസാനമാകുന്നത്. മാറ്റിവെച്ചിരിക്കുകയാണ് ഈ നേതാക്കളെല്ലാം, ഈ എണ്ണം പറഞ്ഞ നേതാക്കളെല്ലാം അണികൾക്കൊപ്പം ആടുകയും പാടുകയും ഒക്കെ ചെയ്യുന്നു. നേരത്തെ നോക്കൂ, കൗതുകരമായ കാഴ്ച കണ്ടത് വീണ ജോർജ് ഒന്ന് ചുവട് വെക്കുന്നത് പോലും നമ്മൾ കണ്ടു. വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഈ ജനസഞ്ചയത്തിനിടയ്ക്ക് നിന്ന് എല്ലാവരും ആവേശത്തിലാണ് സായി. തീർച്ചയായും മാധു, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. പ്രവർത്തകർക്ക് ആവേശമാകുന്നത് അവരുടെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട നേതാക്കൾ കൂടി അവർക്കൊപ്പം തെരുവിൽ മുദ്രാവാക്യം വിളിക്കാനും ആനന്ദ നൃത്തം ചവിട്ടാനും എത്തുന്ന സമയത്താണ് പ്രവർത്തകരും ആവേശഭരിതരാകുന്നത്. ആ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവിടെ നേതാവെന്നോ അണിയെന്നോ ഇല്ല, എല്ലാവരും തുല്യരായ പോലെ തങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി തങ്ങൾ പിടിക്കുന്ന കൊടിക്ക് വേണ്ടി പതാകയ്ക്ക് വേണ്ടി അത് കയ്യിൽ പിടിച്ചുകൊണ്ട് ആവേശഭരിതരായി മുദ്രാവാക്യം വിളിക്കുകയാണ്. ആ ഒരു ആവേശം നമുക്ക് കാണുകയും ചെയ്യാം. ഈ ഒരു ആവേശം കൊണ്ട് കൂടി വേണം ഇനിയുള്ള സമയത്ത് ബൂത്തിലേക്ക് ആളുകളെ എത്തിക്കാൻ. ആ ഒരു തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് കൂടിയുള്ള ഒരാവേശം കൂടി അണികൾക്ക് കിട്ടണമെങ്കിൽ നേതാക്കൾ കൂടി അവർക്കൊപ്പം ചേരണം. ഈ കൊട്ടിക്കലാശം എത്രമാത്രം ഗംഭീരമാക്കിയാൽ മാത്രമാണ് ഇനിയുള്ള നിശബ്ദ പ്രചാരണം, ഇനിയുള്ള മണിക്കൂറുകൾ എന്ന് പറയുന്നത് ഈ നേതാക്കളെ സംബന്ധിച്ച്, സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച്, പ്രവർത്തകരെ സംബന്ധിച്ച് വിശ്രമമില്ലാത്ത സമയം കൂടിയാണ്. അതിലേക്കുള്ള ഒരു എൻട്രി കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ കൊട്ടിക്കലാശം എന്ന് പറയുന്നത്. കനത്ത ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഏകദേശം 25 ദിവസം ഈ വിശ്രമമില്ലാത്ത വേളയായിരുന്നു. അതിൻ്റെ ഒരു അവസാനം കൂടിയാണ് ഈ ഒരു കൊട്ടിക്കലാശം എന്ന് പറയുന്നത്. ഇനിയുള്ളത് എണ്ണയിട്ട യന്ത്രം പോലെ സംഘടനാ സംവിധാനം എല്ലാം പ്രവർത്തിപ്പിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ്. അങ്ങനെ ഉറക്കമില്ലാത്തൊരു മണിക്കൂറുകൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. മുഴുവൻ പ്രവർത്തകരെയും തങ്ങൾക്ക് കിട്ടാവുന്ന മുഴുവൻ വോട്ടുകളെയും ബൂത്തിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം കൂടി ഇനി അവർക്ക് നടത്തേണ്ടതുണ്ട്. എന്നാലും ഈ കൊട്ടിക്കലാശം എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ പാരമ്യത്തിലേക്കും എത്തുന്ന കാഴ്ചയാണ്. എല്ലായിടങ്ങളിൽ നിന്നും നമുക്ക് ദൃശ്യങ്ങളായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വളരെ ചുരുങ്ങിയ 1 മണിക്കൂറിൽ താഴെ മാത്രമേ ഉള്ളൂ പോലീസ് കൃത്യം 6 മണിക്ക് തന്നെ ഈ പരസ്യ പ്രചാരണം അവസാനിപ്പിക്കാൻ. ശരി, ഇതാ കളമശ്ശേരിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. കളമശ്ശേരിയിൽ പി രാജീവിനൊപ്പം റാപ്പർ വേടൻ കൂടി ചേരുകയാണ്. ആവേശം അതിന്റെ കൊടുമുടിയിലെത്തിക്കാൻ എല്ലായിടത്തും സംഗീത സദസ്സുകളൊക്കെ ഉണ്ട്. നേരത്തെ തവനൂരിൽ VS ജോയ്ക്കൊപ്പം കലാകാരന്മാർ അണിചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലായിടത്തും ഈ അവസാനത്തെ ഇനി 3/4 മണിക്കൂർ കഷ്ടിയാണ്. അവസാനത്തെ ആവേശം കൊടുമുടി കയറ്റാൻ കലാകാരന്മാർ, കലാരൂപങ്ങൾ എല്ലാം അണിനിരക്കുകയാണ്. കളമശ്ശേരിയിൽ നിന്നുള്ള കാഴ്ചകൾ. ആവേശം നിറച്ച് ഒറ്റ ഫ്രെയിമിൽ എല്ലാ പതാകകളും പാറുന്ന ആവേശം എന്ന് പറയാം. ഏതായാലും റാപ്പർ വേടൻ കൂടി ഇപ്പോൾ കളമശ്ശേരിയിലേക്ക് എത്തുകയാണ്. അങ്ങനെ പി രാജീവിൻ്റെ കൊട്ടിക്കലാശ ആ ഒരു ദൂരത്തിലേക്ക്, ആ അവസാന മണിക്കൂർ നിമിഷത്തിലേക്ക് ആവേശം പകരാൻ റാപ്പർ വേടൻ കൂടി എത്തുന്നു. ഇപ്പോൾ സ്വരാജ് എത്തുന്നു. പി രാജീവ് കളമശ്ശേരിയിൽ എന്ത് മുന്നേറ്റമുണ്ടാക്കും എന്നത് കാത്തിരുന്ന് കാണാം. പക്ഷേ വലിയ ആവേശമാണ്